ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനൊക്കെ ത്രട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഞാൻ പറയുന്നതിനൊക്കെ നിന്ന് തരും, അറ്റ്ലീസ്റ്റ് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഈ കുട്ടി മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യണത്? ഓരോ സന്ദർഭങ്ങളിൽ ഈ ഉമ്മനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും ഈ കുട്ടി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇതിനിടെ പഠനവും നിലച്ചുപോയി. എന്നാൽ പഠനം നിലച്ച് എല്ലാ കുട്ടികളും പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും മാഷും ടീച്ചറും ഒന്നും ആവൂല. പലരും കൂലിപ്പണി ചെയ്യേണ്ടി വരും, പല ഷോപ്പുകൾ പണിയെടുക്കേണ്ടി വരും, അങ്ങനെ സ്വയം ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. പല മേഖലകളിലായിരിക്കും കുട്ടികളെ വിജയിക്കുക. എന്നില്ല എന്താണോ ഈ കുട്ടി ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് ഈ കുട്ടിനെ എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സ്വയം വരുമാനം ഉണ്ടാക്കാൻ മാർഗം ഒരുക്കി കൊടുക്കാതെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കടം വാങ്ങി തലക്ക് മീതെ കടം എത്തുന്നത് വരെ മോൻ്റെ ആർഭാടത്തിനൊപ്പം നിന്ന ഈ ഉമ്മ അവിടെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളാണ് ഈ പാഠം പഠിക്കേണ്ടത്. അവർ ചെയ്ത് അതിൻ്റെ ദുരിതം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കഥയിൽ നിന്ന്, ഈ ഒരു അനുഭവത്തിൽ നിന്ന്, അഫാൻ്റെയും ഷെമിയുടെയും അബ്ദുറഹീമിൻ്റെയും കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മളെപ്പോലുള്ള പ്രവാസി ഭാര്യമാർ ഇതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മളതും ഷെമീസർ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. അപ്പം ഇതിനു മുന്നേ ഞാൻ 2 വീഡിയോ ചെയ്ത സമയത്ത് അത് അഫാൻ്റെ വെഞ്ഞാറമൂടിലെ കൊലപാതകത്തെക്കുറിച്ച് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ആ വീഡിയോൻ്റെ താഴെ 2 ആൾ വന്ന് ചോദിച്ചു, കൊലപാതകത്തെക്കുറിച്ചാണ് അത്ര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ചിരിച്ചു വർത്താനം പറയുന്ന ഒരു കൂട്ടത്തിലൊരാളാണ്. പൊതുവെ ചെറുപ്പത്തിലേ ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് അതെനിക്ക് മാറ്റാനും പറ്റണില്ല. നമ്മൾ സ്വതവേ ഉള്ളൊരു ശൈലിയാണല്ലോ നമുക്ക് വരിക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തെറ്റെന്നാണെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ നമ്മൾ അഭിനയിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളതിനൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കട്ടോ അത്തരം സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ. ഞാനിന്നും വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ചാനലുകളുടെ അതിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ആ കൊലപാതകത്തെ തുടർന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. ആ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാസികളോടും പ്രവാസി ഭാര്യമാരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനും ഒരു പ്രവാസി ഭാര്യയാണ്. 13 വർഷമായിട്ട് എൻ്റെ ഭർത്താവും പ്രവാസ ലോകത്താണ്. ആ വരുമാനം കൊണ്ടാണ് അൽഹംദുലില്ലാ ഞാനും മക്കളും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അഫാൻ്റെ മൊഴിയിൽ നമ്മൾ കേട്ടു, അഫാൻ്റെ വല്യമ്മ ഉമ്മാനെപ്പോഴും കുറ്റം പറയും. നിങ്ങളുടെ ശ്രദ്ധക്കുറവാണ്, അല്ലെങ്കിൽ നിൻ്റെ ഉമ്മാൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കടബാധ്യത ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാർ, ഞാൻ പണം തരൂല എന്നുള്ള രീതിയിൽ ഉമ്മാനെപ്പോഴും കുറ്റപ്പെടുത്തുന്നത്, നിരന്തരം ഉമ്മാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ടും ചോദിച്ചപ്പോഴെല്ലാം പണം കൊടുക്കാത്തതുമാണ് കാരണം എന്നാണ് അഫാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലൊക്കെ വല്യമ്മമാരുണ്ടല്ലേ, അമ്മായിമാരുണ്ട്, നമ്മളെ ഉമ്മാരുണ്ട്, ഹസ്ബൻഡ് ഉമ്മമാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മളെ ജീവിതം കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും പ്രവാസി വനിതകൾ കുറേ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ ഒരു ഭാഗ്യമുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മളെങ്ങോട്ടാ പോണത്, ആരോടാ സംസാരിക്കണത്, എപ്പോഴാണ് വരുന്നത്, ഏത് ഡ്രസ്സാണ് ഇട്ടത്, എങ്ങോട്ടാണ് പോയത്, എന്നും വീട്ടിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ചുറ്റിലുമുള്ള കുറേ ആളുകളുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാം, അങ്ങനെയുള്ള കുറേ പ്രവാസി ഭാര്യമാരുണ്ട്. അതായത് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ അയൽവാസികളുടെ ഒക്കെ മുൾമുനയിൽ ജീവിക്കുന്ന കുറേ ഭാര്യമാരൊക്കെ ഉണ്ട് താനും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഒരുപാട് ആളുകൾ ഒരുപാട് തൻ്റെടികളായി മാറാറുണ്ട്. ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വയം ജീവിക്കാനും മക്കളെ വളർത്താനും കാര്യങ്ങളെല്ലാം ചെയ്യാനും അതുവരെ ഒരു പ്രാപ്തിയില്ലാത്ത പെണ്ണായിരിക്കും. ഒരു കാര്യം ചെയ്യാനും ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ ഒന്ന് പുറത്തു പോകാനോ, സ്കൂളിൽ മക്കളെ ചേർത്താനോ, സ്കൂളിലെ കാര്യങ്ങൾക്കോ, മാർക്കറ്റിൽ പോകാനോ, സാധനങ്ങൾ വാങ്ങിക്കാനോ, കുടുംബകാര്യങ്ങൾ ചെയ്യാനോ, ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പെണ്ണെ ഹസ്ബൻഡ് പ്രവാസിയാവുന്നതുകൂടി പയ്യെ അവളെല്ലാ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങും. അവൾ കാര്യങ്ങൾ തൻ്റെ ഇടത്തോട് ചെയ്യാൻ തുടങ്ങും. ആ സമയം മുതൽ പലപ്പോഴും ഒറ്റപ്പെടാനും തുടങ്ങും. ഒരു പ്രവാസി ഭാര്യയുടെ ഒരു അവസ്ഥ പലപ്പോഴും ഇങ്ങനെ ആവാറുണ്ട്. അവൾ കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, മക്കളെ കാര്യങ്ങൾക്കൊക്കെ ഓടുന്നു, ഹോസ്പിറ്റൽ കേസ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു. ഇങ്ങനെ കാണുന്ന സമയത്തും പലപ്പോഴും
ഓളിപ്പോൾ ഓപ്പം ഇഷ്ടം പോലെ കൊടുത്തയക്കുന്നുണ്ടല്ലോ, ഓക്കിപ്പോൾ ആരും വേണ്ടല്ലോ, ഓളെ കാര്യങ്ങൾക്ക് ഓളും മതിയല്ലോ എന്ന് പറയുന്ന കേൾക്കാൻ ഇടവരുന്ന ഭാര്യമാരും ഉണ്ട് അല്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ ഇവിടെ അഫാന്റെ ജീവിതത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അഫാൻ പറയുന്ന മൊഴി അനുസരിച്ച് വല്യമ്മാനെ കൊന്നത് ഉമ്മാനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ്. പലപ്പോഴും പല കുടുംബത്തിലും അമ്മായിമ്മമാര് മരുമക്കൾ ഇത്തിരി സുഭിക്ഷമായിട്ട് ലാവിഷായിട്ടൊക്കെ ജീവിക്കണ കാണുമ്പോൾ ചിലവര് ഇവര് വലിയ ബാധ്യതയിലൊന്നും പെടേണ്ട, പ്രയാസത്തിലൊന്നും ആവരുത്, എന്തെങ്കിലും മിച്ചം വെച്ചോട്ടെ എന്നുള്ള സതുദ്ദേശം വെച്ചിട്ട് പറയുന്ന ഉമ്മമാരായിരിക്കും അധികം ഉണ്ടാവുക. ചിലർ മാത്രം കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള എല്ലാ അമ്മായിമ്മമാരൊന്നും മോശമല്ല. നമ്മളെ അമ്മായിമ്മമാരെപ്പോഴും ഒരു ഭീകരരൂപിയായിട്ടൊന്നും എടുക്കരുത്. കാരണം നമ്മളും നാളെ അമ്മായിമ്മമാരാവാൻ പോവാനുള്ളതാണല്ലോ. നമ്മളങ്ങനെ പെരുമാറുമെന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. നമ്മളങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മ പണം കുറച്ച് ചിലവഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? ആദ്യമൊക്കെ നമുക്ക് ദേഷ്യം തോന്നിയാലും നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മളടുത്ത് 10 രൂപ മിച്ചം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ആ പൈസ? നമുക്കും നമ്മളെ കുട്ടികൾക്കുമാണ്. ഓർക്ക് നമ്മൾ എപ്പോഴെങ്കിലും 100, 500, 1000, 2000 കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ഡ്രസ്സോ പർദ്ദ മഫ്തെ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ നമ്മളെ ഉത്തരവാദിത്തം കഴിയും അല്ലേ? നമ്മളെ ഹസ്ബൻഡിൻ്റെ നമ്മളെ ഉത്തരവാദിത്തം കഴിയും. നമ്മളെ ഉമ്മമാർ രോഗിയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലവഴിക്കുക എന്നുള്ളത് കഴിഞ്ഞ് നമുക്കാണ് ആ പണം മിച്ചം വന്നാലുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ ആ വല്യമ്മമാരോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം? അത് നമ്മൾ ഉമ്മമാരാണ് തിരുത്തേണ്ടത്. നമ്മളെ കുട്ടികളോടായിരിക്കും പലപ്പോഴും വല്യമ്മമാർ പറയുക. കാരണം വല്യമ്മ ചിലപ്പം മരുമകളോട് പറയുമ്പോൾ അതൊരു പ്രശ്നം വേണ്ട, മരുമോളും ഞാനായിട്ടൊരു വിഷയം വേണ്ട, അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടിനോട് പറഞ്ഞ് കൊടുക്കട്ടെ കാര്യങ്ങൾ വിചാരിച്ച് നല്ല ഉദ്ദേശത്തിലായിരിക്കും വല്യമ്മ പറഞ്ഞിട്ടുണ്ടാവുക. മോ വന്നിട്ട് സ്വാഭാവികമായിട്ട് ഉമ്മ അങ്ങളങ്ങനെ വല്യമ്മ അങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നമ്മൾ പറയേണ്ടത് അത് വല്യമ്മല്ലേ, വല്യമ്മാൻ്റെ മോനല്ലേ അങ്ങ് ദൂരെ കിടന്ന് കഷ്ടപ്പെടുന്നത്, വല്യമ്മക്കപ്പോൾ കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് അഫാൻ്റെ ഒപ്പം 7 വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. അവിടെ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടും അവിടുന്ന് യാത്രാവിലക്ക് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ സാധിച്ചിട്ടില്ല. ഈ 7 വർഷം അദ്ദേഹം അവിടുത്തെ കടങ്ങൾ വീട്ടുന്നതോടൊപ്പം അവിടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ക്ലേശപ്പെടുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തെ നാട്ടിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കും. അത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന് തൻ്റെ ഉമ്മാനെ കാണാനോ തൻ്റെ സഹോദരങ്ങളെ കാണാനോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ഉമ്മക്കും തിരിച്ചങ്ങനെ ഉണ്ടാവും, എൻ്റെ മോനൊന്ന് കാണണം. പ്രത്യേകിച്ചും വയസ്സായൊരു ഉമ്മ മരിക്കണേ, അതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകനാണെന്നാണ് പറയുന്നത് ആ ഉമ്മയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും ചെറിയ കുട്ടിയാകുമ്പോൾ അമിതമായ ലാളനയും സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു മകനെ കാണണമെന്ന് ആ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മരുമോളും കുട്ടികളും ഈ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കടം വാങ്ങി ദൂരത്തിന് പുറമെ ദൂരത്തായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഉമ്മയും പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് ആ ഉമ്മയും പ്രതികരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനെ ഈ ഡീൽ ചെയ്ത സമയത്ത്, മകൻ എന്ന് പറയുന്ന സമയത്ത് അതിനെ ഈ മകൻ്റെ ഉമ്മ അഥവാ ഷെമി കൈകാര്യം ചെയ്തെടുത്തു വന്ന പാകപ്പിഴവ് കൊണ്ടാണ് ഈ വല്യമ്മനോട് ഇത്ര പക തോന്നിയിട്ടുണ്ടാവുക. പിന്നെ ഈ കുട്ടി പറയുന്നൊരു കാര്യം, മൂത്താപ്പ എന്നെ ഉപദേശിക്കും, മൂത്താപ്പ പണം ചോദിച്ചാൽ തരൂല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹായിക്കേണ്ടേ മൂത്താപ്പല്ലേ. നമ്മൾ ചെറിയ ജീവിതം ജീവിച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൂടപ്പിറപ്പുകൾ നമ്മളെ സഹായിക്കും. എത്ര ദേഷ്യമുള്ള കൂടപ്പിറപ്പാണെങ്കിൽ നമ്മൾ തളർന്നാൽ അവരെത്തും, സ്നേഹമുള്ള കുടുംബത്തിൽ അവരെത്തും എന്നുള്ളതാണ് അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നമ്മളെ തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊക്കിലൊതുങ്ങാത്ത ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം മൂടുമ്പോൾ അതിനു വേണ്ടി കടം വാങ്ങി നശിക്കുന്നത് കാണുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആരും നമുക്ക് വെറുതെ തരൂല. ആ ഒരു ബോധ്യം കൂടി നമ്മളെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ പ്രവാസി ഭാര്യമാരെ, ഇപ്പം ഞാനൊരു പ്രവാസി ഭാര്യയാണ്. അപ്പം നമ്മളെ കുട്ടികളെ, നമ്മളെ ഭർത്താവ് നമ്മളെ കൂടെ അല്ല. അപ്പം നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കാൻ നമ്മളെ ഭർത്താവിൻ്റെ കുടുംബമാണ് നമ്മളെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ കുട്ടികളെ ചീത്ത പറയും, ഉപദേശിക്കും, ഗുണദോഷിക്കും, ചിലപ്പോൾ ഒന്ന് പൊട്ടിച്ചെന്നൊക്കെ വരും. ആ സമയത്ത് നമ്മൾ വടിവാളെടുത്തിട്ട് അല്ലെങ്കിൽ വാളെടുത്ത് ഉറഞ്ഞ് തുള്ളല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് അവർ ചീത്ത പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവർ ഉപദേശിക്കണത്, എന്തുകൊണ്ടാണ് അവർ തല്ലിയത് എന്നുള്ളത് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തണം.
അത് ഇങ്ങനെ നമ്മളെ മക്കളെ ഒരു തല്ലിയാണ് ചിലർ ചോദിക്കും അവർക്ക് എന്താണ് അവകാശം. നമ്മളെ കുട്ടികളിൽ നമ്മളെ ഭർത്താവിൻ്റെ കുടുംബത്തിനും ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ അവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മളെ ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി നമ്മളെ ഭർത്താവിൻ്റെ കുടുംബത്തിനുണ്ടെന്ന് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവരെൻ്റെ എളാപ്പയാണ്, മൂത്താപ്പയാണ്, ഉപ്പക്ക് തുല്യമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് നിന്നെ ഉപദേശിക്കാനും അടിക്കാനും ശാസിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതിൽ നീ വിഷമിക്കല്ല വേണം. നിൻ്റെ ഉപ്പനോളെ തന്നെ അവരെ നീ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർ പറയുന്നത് അനുസരിക്കണം. നമ്മളെ മക്കളെ അനുസരിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ അവരെ ഉള്ളിൽ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം. അല്ലാഞ്ഞ ഇതേപോലെ മൂത്താപ്പന്മാരും എളാപ്പന്മാരൊക്കെ അടുത്ത ഭാവിയിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ഒരു കഷ്ടപ്പാടും അറിയിച്ചല്ല വളർന്നത്. പ്രത്യേകിച്ചും പ്രവാസി കുടുംബത്തിലെ മക്കളൊന്നും ഒരു കഷ്ടപ്പാടും അറിയാതെയാണ് വളരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മക്കള് തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്നത് പ്രവാസ കുടുംബത്തിലെ കുട്ടികളാണ്. കാരണം അവർക്ക് വൈകുന്നേരം വരുമ്പം എവിടെ പോയിനെടാന്ന് ചോദിക്കാൻ ഉപ്പല്ല. ഒരു ഉമ്മക്ക് ഒരു ആൺകുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു സമയം കഴിഞ്ഞാൽ ആ ഉമ്മ തളർന്നു തുടങ്ങുന്നത് പല വീടുകളിലും കാണപ്പെടുന്നു, നമ്മളെ വീട്ടിലായാലും. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നമ്മളെ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അവരെ ബന്ധുക്കളായിരിക്കും. അപ്പം നമ്മൾ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അതായത് നമ്മളെ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവരോട് മറച്ചു വെക്കല്ലേ വേണ്ടത്. നമ്മളെ കുട്ടികൾ തെറ്റായൊരു മാർഗത്തിലൂടെയാണ് പോണേ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചോദിക്കാനും, എൻ്റെ ഉപ്പ നാട്ടിലില്ലെങ്കിലും എനിക്ക് ചോദിക്കാനും പറയാനും ഉപ്പക്ക് അനിയന്മാരും ഏട്ടന്മാരൊക്കെ ഉണ്ട്, എനിക്ക് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, എനിക്ക് കണ്ട പോലെ നടക്കാൻ പറ്റൂല എന്നുള്ളൊരു ബോധ്യം നമ്മളെ മക്കളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കുട്ടികൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ തോന്നുന്ന സമയത്ത് അവരെ കൺട്രോൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഒരു കൗമാരം തൊട്ട് അവരെ ഉപദേശിക്കണതോ അവരെ കൺട്രോൾ ചെയ്യണതോ കുട്ടികൾക്ക് ഇഷ്ടമല്ല. നമുക്കിഷ്ടമാണോ നമ്മളൊരാൾ പരിധിയിലേറെ ഉപദേശിക്കണതും നമ്മളെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമിടുന്നതൊക്കെ ഇല്ല. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നമ്മളെ ഉൾക്കൊള്ളും. അപ്പോൾ ആ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഫാൻ്റെ ജീവിതത്തിൽ അത് ഒട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വല്യമ്മനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊന്നും നല്ലൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഷെമിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുട്ടി വളർന്നു വരുന്നതോടൊപ്പം അവൻ്റെ ഉള്ളിലൊരു വൈരാഗ്യമോ ദേഷ്യമോ, ഇവരൊക്കെ നമ്മളെ സഹായിക്കേണ്ടവർ മാത്രമാണ്, ഇവരെ നമ്മളെ ഉപദേശിക്കാനും ചീത്ത പറയാനൊന്നും പാടില്ല, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് പണം തന്ന് സഹായിക്കാനുള്ള ആളുകൾ മാത്രമാണുള്ള തോന്നലുണ്ടാക്കിയത്. പിന്നെ നമ്മൾ പ്രവാസി ഭാര്യമാരുടെ അടുത്ത് കണ്ടുവരുന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ സുഖത്തിനും സന്തോഷത്തിനും നമ്മളെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് അന്യനാട്ടിൽ പോയിട്ട് ചൂടും സഹിച്ച് അവിടുത്തെ കഷ്ടപ്പാട് സഹിച്ച് ഉള്ള ജോലിയൊക്കെ സ്വയം ചെയ്ത് പിന്നെ മറ്റു ജോലികളും ചെയ്ത് വരുമാനം കണ്ടെത്തി നമുക്ക് സമയമാകുമ്പോൾ സ്കൂൾ ഫീസ് അടക്കാനും പിന്നെ പലചരക്ക് കടയിലെ ബില്ലടക്കാനും നമുക്ക് തുണിത്തരങ്ങൾ വാങ്ങാനും വിവാഹ ആർഭാടങ്ങൾക്ക് പോവാനും ഒക്കെ പണം അധ്വാനിച്ച് തരുന്ന ഒരാൾ കഷ്ടപ്പാട് ആലോചിക്കാതെ അവരെക്കുറിച്ച് നമ്മളെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ പലപ്പോഴും മക്കൾ വളർന്നു വരുമ്പോൾ അച്ഛന്മാർ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്നൊരു കാലം കാണാറുണ്ട്. പലപ്പോഴും പല പ്രവാസ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. പ്രവാസ ലോകം മതിയാക്കി വരുന്ന സമയത്ത് ഭാര്യയും മക്കളും വേണ്ടത്ര ഗൗനിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. നമ്മൾ മക്കളോട് പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മളെക്കാളേറെ ഉത്തരവാദിത്വം സ്നേഹം അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് അവരൊപ്പനോടാണ്. പലപ്പോഴും എല്ലായിടത്തും പറയും ഉമ്മ അനുഭവിച്ച സങ്കടങ്ങളും ഉമ്മ അനുഭവിച്ച് തീർത്ത വേദനകളും ഉമ്മ പ്രസവിക്കാനെടുത്ത ബുദ്ധിമുട്ടുകളും കൈക്കുഞ്ഞായിരിക്കും അവരെ വളർത്താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ വാത്തോരാതെല്ലാവരും പറയും, എല്ലാ വേദികളിലും പറയും. പക്ഷെ ഇതിന് പിന്നിൽ ഈ ഉമ്മ അങ്ങനെ ഒരു മക്കളെ വളർത്തിക്കൊണ്ടിരുന്നതിന് പിന്നിൽ അഹോരാത്രം പണിയെടുത്ത് നമ്മളെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനെ തീർക്കുന്ന പ്രവാസികളെ കുറിച്ച് ആരും പറയാറില്ല. അവർ അങ്ങ് നാട്ടിൽ കിടന്ന് പ്രവാസ ലോകത്ത് ദുരിതം അനുഭവിച്ചിട്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഭാര്യമാർ ഇങ്ങനെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്. അപ്പം നമ്മളോടുള്ള ഉത്തരവാദിത്തത്തിനേക്കാളേറെ നമ്മളെ ഉപ്പാനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണം എന്നാണ് നമ്മളെ മക്കളോട് പറയേണ്ടത്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ജീവിതം ഹോമിച്ചിട്ടാണ് അവർ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്, അവർക്ക് നല്ല ജീവിതം കിട്ടുക, അവരെ നല്ല പഠിക്കാൻ വേണ്ടിയിട്ട്, അവരത് പഠിച്ചോ പഠിക്കാതെ ഏത് വിധേനായാലും വേണ്ടിയില്ല, അവർ ജീവിതം മെച്ചപ്പെട്ട ജീവിതത്തിലായി തീരാൻ വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ഒരു ബോധ്യം ഇപ്പം ഞാൻ മക്കളോട് പറയാറുണ്ട്, ഇത് എന്നോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനേക്കാൾ ഒരു ഉപ്പനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത്. ഉപ്പ അങ്ങനെ ഒരു
പിന്നെ തണലായി നിൽക്കുന്നതുകൊണ്ടാണ്, വലിയൊരു ആൽമരമായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ തണലുള്ളത്. ഉപ്പൻ്റെ അടിവേര അറുത്ത് കഴിഞ്ഞാൽ നമ്മളില്ല, ഉപ്പല്ലാഞ്ഞാൽ നമ്മളില്ല. ഏതൊരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവളെ ഭർത്താവാണ് അവളെ ഏറ്റവും വലിയ നിലനിൽപ്പ് എന്ന് പറഞ്ഞത്. മക്കളായാലും സ്വന്തം ബന്ധുക്കളായാലും അവരൊക്കെ ഒരു പരിധി ഉണ്ടാവും. പക്ഷെ നമ്മളെ പരിധി ഇല്ലാതെ സ്നേഹിക്കുക, അവിടെയും ഇവിടെയും സ്ത്രീകളെ സ്നേഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അതിനേക്കാൾ ഉപരി സ്ത്രീകൾക്ക് വേണ്ടി അവൻ്റെ ഭാര്യമാർക്കും കുട്ടികൾക്കും വേണ്ടി ആജീവനാന്തം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ നമ്മൾ മറന്നു കളയാൻ പാടില്ല. ആ ഒരു ബോധ്യം മകനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഉമ്മക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പണം ഇത്രയും ദൂർത്തടിക്കാനും. കാരണം ഈ കുട്ടി 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിനെ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനൊക്കെ ഉപരി ആ കുട്ടിക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും അവർ. ഈ സ്മാർട്ട് ഫോൺ വാങ്ങി കയ്യിൽ കിട്ടിയതോടുകൂടി ഈ കുട്ടി ഉമ്മനെയും ഉപ്പനെയും പഠിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനൊക്കെ ത്രട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഞാൻ പറയുന്നതിനൊക്കെ നിന്നുതരും, അറ്റ്ലീസ്റ്റ് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഈ കുട്ടി മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? ഓരോ സന്ദർഭങ്ങളിൽ ഈ ഉമ്മനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും ഈ കുട്ടി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനിടെ പഠനവും നിലച്ചുപോയി. എന്നാൽ പഠനം നിലച്ച് എല്ലാ കുട്ടികളും പഠിച്ച് ഡോക്ടറും എൻജിനീയറും മാഷും ടീച്ചറും ഒന്നും ആവൂല. പലരും കൂലിപ്പണി ചെയ്യേണ്ടി വരും, പല ഷോപ്പുകൾ പണിയെടുക്കേണ്ടി വരും, അങ്ങനെ സ്വയം ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. പല മേഖലകളിലായിരിക്കും കുട്ടികൾ വിജയിക്കുക. എന്തെങ്കിലും എന്താണോ ഈ കുട്ടി ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് ഈ കുട്ടിനെ എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സ്വയം വരുമാനം ഉണ്ടാക്കാൻ മാർഗം ഒരുക്കി കൊടുക്കാതെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കടം വാങ്ങി വാങ്ങി തലക്ക് മീതെ കടം എത്തുന്നത് വരെ മോൻ്റെ ആർഭാടത്തിനൊപ്പം നിന്ന ഈ ഉമ്മ അവിടെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളാണ് ഈ പാഠം പഠിക്കേണ്ടത്. അവർ ചെയ്ത് അതിൻ്റെ ദുരിതം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കഥയിൽ നിന്ന്, ഈ ഒരു അനുഭവത്തിൽ നിന്ന്, അഫാൻ്റെയും ഷെമിയുടെയും അബ്ദുറഹീമിൻ്റെയും കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മളെപ്പോലുള്ള പ്രവാസി ഭാര്യമാരെ ഇതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മളത് കേട്ട് കണ്ണീരൊഴുക്കി അയ്യോ ആ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതി കണ്ണീരൊഴുക്കി നിൽക്കല്ല വേണ്ടത്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ പ്രവാസിക്കും ഇതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. കിട്ടുന്ന തുകയെല്ലാം ഒരു 10 റിയാൽ പോലും തൻ്റെ അക്കൗണ്ടിൽ ബാക്കി വെക്കാതെ പൂർണ്ണമായിട്ടും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുന്ന ഓരോ പ്രവാസിയും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാം, എന്നോട് ചോദിക്കും എന്താണ് ഈ പൈസ കാണിക്കണമെങ്കിൽ ഞാനിങ്ങനെ കണക്കെഴുതി വിടും. ഈ കണക്കെഴുതി വിടുന്ന സമയത്ത് ചോദിക്കും നിൻ്റെ കണക്ക് കാണാനല്ല ഞാൻ എന്തിനാ ചിലവായതെന്ന് ചോദിച്ചതാണ്. പക്ഷെ ആ ചോദ്യം എല്ലാ മാസവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദിക്കുന്നതിൽ വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഈ ചോദ്യം വരാനുണ്ടല്ലോ എന്ന് കാണുമ്പോൾ അവർ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കൂല. കാരണം അവരുടെ അടുത്തുള്ള അവസാന തൊട്ടും ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടാവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ ചോദിക്കുമ്പം കണക്ക് ചോദിച്ചു എന്നുള്ളത് നമുക്ക് തോന്നരുത് എന്ന് അവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനെന്താ ഈ മനസ്സിൽ ഈ കണക്കൊക്കെ ഉണ്ടാവും, ഇന്ന കാര്യത്തിന് ഇന്നതൊക്കെ ചിലവാക്കി. ആ ചോദ്യം ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പണം വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ചിലവാക്കുള്ളൂ. കാരണം നമുക്ക് ഏത് സാധാരണക്കാരനും ജീവിക്കണമെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോണത്. സാധനങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലയാണ്. എവിടെ ചെന്നാലും ജീവിക്കണമെങ്കിൽ നല്ല പൈസ വേണം നമുക്ക്. നമ്മൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചിലവഴിച്ചാൽ തന്നെ നമ്മളെ കുട്ടികളെ പഠിത്തവും നമ്മളെ ജീവിത ചിലവും നമ്മുടെ മറ്റ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പണം നമുക്ക് ചിലവാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളോട് ഈ കണക്ക് ചോദിച്ചെങ്കിൽ തന്നെ നമ്മളത് ശ്രദ്ധാപൂർവം ചിലവഴിക്കുള്ളൂ. അതിൽ നമ്മളൊരു ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. അതെങ്ങനെ ചിലവഴിക്കപ്പെടുന്നു എന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് നമ്മുടെ മക്കളെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ നിന്നു കൊടുക്കേണ്ടത്. നമ്മളെ ആ കുട്ടി അന്ന് ഒരു 10,000 ഒരു 5,000 രൂപയുടെ ഫോൺ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ കുട്ടി ചിലപ്പം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരുന്ന അല്ലെങ്കിൽ ഒരു ബൈക്കോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ കടം വാങ്ങേണ്ടി വരും. ആരാണ് നമ്മൾക്ക് ഈ കടം വീട്ടാനുള്ള? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന ഈ ഭർത്താവ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെ ഭർത്താവിൻ്റെ വരുമാനം എന്താണോ അതിനനുസരിച്ച് സ്വപ്നം കാണാനേ നമ്മൾ പഠിക്കാവൂ. നമ്മൾ അതിനനുസരിച്ച് ചിലവഴിക്കാവൂ. അതിലേക്കാളേറെ ഇപ്പം ഞാൻ എൻ്റെ മകനോട്, അവന് 14 വയസ്സായിട്ടുള്ളെങ്കിലും അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ നിനക്ക് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി നിൻ്റെ സ്വപ്നത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം നേടി നിൻ്റെതായ തൊഴിൽ മാർഗം കണ്ടെത്തി
നിന്റെ സ്വപ്നത്തിലേക്ക് എത്താം. അതിനൊരിക്കലും നീ ഉപ്പയുടെ പണം ആഗ്രഹിക്കരുത്. ഉപ്പൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഉപ്പ വാങ്ങിത്തരും, പക്ഷെ ഉപ്പൻ്റെ പണം കൊണ്ട് എനിക്കത് വേണം എന്ന് നീ ആഗ്രഹിക്കരുത്. നിന്റെ സ്വപ്നം നേടാൻ വേണ്ടി നീ പരിശ്രമിക്കണം. അതവർ പരിശ്രമിക്കുണ്ടോ ഇല്ലയെന്നറിയില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അതങ്ങനെ കിടക്കും. അവർ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ മക്കളോട് പറയേണ്ടത്. നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് ഒരിക്കലും മക്കളെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കരുത്. അത് നമ്മൾ കുട്ടികൾ പറയുന്ന സമയത്ത് ഉപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല, അതിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ അടുത്ത കാലത്ത് ഞാൻ മോനായിട്ട്, ചെറിയ മോനായിട്ട്, ഞാൻ UKG പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവനായിട്ട് പുറത്ത് പോയ സമയത്ത് ഒരു സമയത്ത് അവൻ വാശി പിടിക്കാറില്ല കേട്ടോ. മൂത്ത ആളാണ്, പിന്നെയും ചെറുപ്പത്തിൽ ഇത്തിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ആൾക്കത്ര വാശിയൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനിവനായിട്ട് കൂളായിട്ട് അങ്ങനെ പോയി വരാറാണ്. ഇപ്രാവശ്യം പോയ സമയത്ത് അവൻ എന്ത് ചെയ്തു, ഒരു 5-6 മാസം മുന്നേ അവനെ ഒരു കളിപ്പാട്ടം കണ്ട് വാശി പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ തികയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സമയമായതുകൊണ്ട്, പറ്റാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങി തരൂല എന്നാണ്. അവൻ അവിടെ കിടന്ന് ഉരുളുന്ന സമയത്ത് ഞാൻ അവനോട് ചെറിയൊരു കളിപ്പാട്ടം എടുത്തെടുത്ത് ഈ കളിപ്പാട്ടം വാങ്ങിത്തരട്ടെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് അതന്നെ, അവൻ വിചാരിച്ച തന്നെ വേണം, ഞാൻ വാങ്ങിക്കൊടുക്കൂല എന്ന് വിചാരിച്ചു. ഇനി 2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കൊടുത്താൽ ആ സമയത്ത് ഞാൻ വാങ്ങിക്കൊടുക്കൂല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുത്തൊരു ഒരു ഓട്ടോക്കാരനെ ആ കടയിൽ നിന്ന് തന്നെ മാടി വിളിച്ചിട്ട് ഓട്ടോ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇവനെടുത്ത് ഓട്ടോയിലിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ തിരിച്ചു വരുന്ന വഴി ഓട്ടോക്കാരന് ഭയങ്കര അലിവ് തോന്നിയിട്ട് ഓട്ടോക്കാരൻ എന്ത് ചെയ്തു, വരുന്ന വഴിയിൽ ഓട്ടോ നിർത്തി 10 രൂപയുടെ മിഠായി വാങ്ങിക്കൊടുത്തു. കുറേ പറഞ്ഞു ഞാൻ അയാളോട് വാങ്ങിക്കൊടുക്കണ്ട, പക്ഷെ അയാളെ മനസ്സിൽ ഒരു കുഞ്ഞ് കരയുമ്പോൾ തോന്നിയ സ്നേഹവും വയസ്സിലും കൊണ്ട് അയാൾ വാങ്ങിക്കൊടുത്ത് വീട്ടിലെത്തി. ഞാൻ ആ ബാഗേ മൈൻഡ് ചെയ്തില്ല. കുഞ്ഞ് കരയുന്നുണ്ടെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ പണികളൊക്കെ ചെയ്ത് രാത്രി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ ഫുഡ് കഴിക്കണേ, ചെറിയ ആളാണ് കേട്ടോ, ഫുഡ് കഴിക്കണില്ലാണ്. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ, ബാക്കി ആവശ്യക്കാരൊക്കെ കഴിക്കാറുണ്ട്. ഞാനും മൂത്ത മക്കളും ഫുഡൊക്കെ കഴിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് തരുമ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ഫുഡ് എടുത്തു കൊടുത്തു. അപ്പം ഞാൻ ദേഷ്യപ്പെട്ടൊന്നും ചെയ്തില്ല, ഫുഡൊക്കെ എടുത്തു കൊടുത്തു. ഫുഡ് എടുത്തെടുത്തിട്ട് ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ കരഞ്ഞോ വെച്ച്. അപ്പം ഉമ്മ വാങ്ങിത്തരാത്തോണ്ടാണ്. അപ്പം കരഞ്ഞാൽ വാങ്ങിത്തരുള്ളെന്ന് മോന് മനസ്സിലായോ ചോദിച്ചു. ആ മനസ്സിലായി എന്ന് പറഞ്ഞു എന്നോട്. അതിനുശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുന്ന സമയത്ത് ഉമ്മാൻ്റെ കയ്യിലുള്ള പൈസക്കനുസരിച്ചാണ് ഉമ്മക്ക് വാങ്ങിത്തരാൻ കഴിയുള്ളൂ. അപ്പം മോ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഉമ്മ വാങ്ങിത്തരൂല. ഇമ്മ ഇതേപോലെ വണ്ടി പിടിച്ച് വീട്ടിലേക്ക് പോരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. ഇപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ കടയിൽ പോയ സമയത്ത് ഇവൻ എന്നോട് ചോദിക്കും, മെല്ലെ ചോദിക്കും, ഉമ്മ ഒരു കാര്യം പറയാണ്ട് എന്നറിയും. അപ്പം ഞാൻ ചെവി വെച്ച് കൊടുക്കും. അപ്പം എന്നോട് അറിയും, ഉമ്മച്ചിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു മിഠായി വാങ്ങിത്തരുമോന്ന്. ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാവും. പക്ഷെ ഞാൻ വിചാരിക്കണം വെച്ചാൽ അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട്, അന്ന് ഞാൻ അങ്ങനെ ചെയ്യാതെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് ഒരുപക്ഷെ ഞാൻ ആ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ പിറ്റത്തെ ആഴ്ച പോണ സമയത്ത് അതിനേക്കാളും വലിയൊരു സംഗതിക്കും വാശി പിടിക്കും. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറഞ്ഞതാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ കുട്ടികളെ തിരുത്തി കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലാതെ അവർ പറയുന്ന ആഗ്രഹങ്ങൾക്കൊക്കെ നിന്നിട്ട് നമ്മൾ കടത്തിലേക്ക് ഇങ്ങനെ പോവാന്നല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടുകളോ നമ്മളെ പ്രയാസങ്ങളോ അറിയാതെ അവരെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് പണത്തിനെ കുറിച്ചോ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ അത് ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ അധ്വാനത്തെക്കുറിച്ചോ അയാൾ ഒഴുക്കുന്ന വിയർപ്പിനെ കുറിച്ചോ അതിൻ്റെ ഉപ്പയാണ്, അത് പണം കഴിക്കുന്ന ഒരു മരമല്ല, അത് യാന്ത്രികമായൊരു മനുഷ്യനല്ല എന്നുള്ള ബോധ്യം നമ്മൾ ഉമ്മമാർ വേണം നമ്മളെ മക്കളെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ. മറ്റൊരു അഫാൻ നമ്മളെ ജീവിതത്തിൽ വരാതിരിക്കാൻ, നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ അഫാൻ ഈ ആഡംബര ജീവിതത്തിലേക്കാണ് മറ്റൊരു പെൺകുട്ടിയോട് പ്രണയിച്ചും കൂടി വരുന്നത്. ആ പ്രണയം ഉപ്പക്കും ഉമ്മക്കും അറിയാം. അവളെ വീട്ടിലും സംസാരിച്ച് അവരും കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള മാനസികാവസ്ഥയൊക്കെ ഉള്ളവരും. പക്ഷേ ഈ കുട്ടിക്കറിയില്ല, ഈ കുട്ടീൻ്റെ കുടുംബത്തിനറിയില്ല ഈ ചെക്കനൊരു ശരിക്കൊരു വരുമാന മാർഗ്ഗമില്ല, ഇത് ഉമ്മ വാങ്ങിക്കൊടുക്കുന്ന കടം കൊണ്ടാണ് അഫാൻ ഇങ്ങനെ ആർഭാടപൂർവ്വം ഉത്തരവാദിത്തമില്ല ജീവിക്കണമെന്നൊന്നും ആർക്കും അറിയില്ല. സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും അറിയില്ല. അവളും ഇത് ഉമ്മനെ ചികിത്സിച്ചതുകൊണ്ട് വന്നതാണ്, ഉമ്മക്ക് രോഗം വന്നതുകൊണ്ടായിരിക്കാം ഇത്രയും കടങ്ങളൊക്കെ ആയതെന്ന രീതിയിലാണ് ആ സഹതാപത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവനെ കാണുന്നത്. അവൻ അവസാനം വിളിച്ചപ്പോൾ അവൻ്റെ ഒരു അവിശ്വാസം പോലും ഇല്ലാതെ, ഒരു മുൻവിധിയൊന്നും ഇല്ലാതെ ആ കുട്ടി ആ വീട്ടിലേക്ക് കയറി വന്ന മരണം ഏറ്റുവാങ്ങുന്നതും അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ.
ആ പെൺകുട്ടി ഈ ചെറുപ്പക്കാരന് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ചെറുപ്പക്കാരനൊന്നും തിരിച്ചറിവില്ലാതെ അവൻ്റെ പുറമേയുള്ള പുറമോടി കണ്ട് മാത്രം അവനെ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ ഉപ്പ ഗൾഫിൽ പ്രയാസത്തിലാണെന്ന് അവനക്കറിയാം. എന്ത് പ്രയാസമാണെന്ന് അവൻ്റെ ഉപ്പയും അറിയിച്ചിട്ടില്ല. അതാണ് ഉപ്പാൻ്റെ അടുത്ത് വന്ന തെറ്റാണ്. കാരണം ഉപ്പക്ക് അറിയില്ല ഈ നാട്ടിൽ എൻ്റെ ഭാര്യയും മകന് ഇത്ര കടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ എൻ്റെ ഉപ്പ എന്തുകൊണ്ടാണ് കടക്കാരനായതെന്ന് ഈ മകനും അറിയില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലും പറയേണ്ട ഒരാൾ ഉമ്മ എന്ന നിലയിൽ ആ കുട്ടിയുടെ ഉമ്മ ഷെമിയായിരുന്നു. അവരാണെങ്കിലോ മകൻ ഏത് വഴിക്കാണ് പോകുന്നത് ആ വഴിയിൽ എങ്ങനെയൊക്കെ പണം, ഏതൊക്കെ മേഖലയിൽ നിന്ന് പണം കിട്ടാൻ പറ്റുമോ അതൊക്കെ സ്വരൂപിച്ച് മകനെ തൃപ്തിപ്പെടുത്തി അവന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് സ്നേഹം കൊണ്ട്, സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് മകനെ ഒരു കൊലയാളിയാക്കി മാറ്റി എന്നുള്ളതാണ് വാസ്തവം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ പെൺകുട്ടിയും കണ്ടോ, ആ പെൺകുട്ടീൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ പെൺകുട്ടിനെയും അപ്പോഴും ഉമ്മ പറഞ്ഞില്ല, മോനെ എനിക്കൊരു വരുമാനമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കൂടെ കൂട്ടാൻ പറ്റിയ സമയമല്ല, ഉപ്പൻ്റെ ജീവിതം എങ്ങനെയാണ്, ഉപ്പക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കൂല, ഉപ്പ ഒരുപാട് കടത്തിലാണ് അവിടെ നിൽക്കുന്നത്, ഉപ്പക്ക് അവിടെ വേറെ വരുമാന മാർഗമൊന്നും ശരിക്കായിട്ടില്ല, ഉപ്പക്ക് നാട്ടിലേക്ക് വരാനുള്ള ഒരു യാത്രാവിലക്കുണ്ട്, നമ്മളെ കൂടെ ജീവിക്കേണ്ട ഉപ്പ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മോനൊരു കുട്ടിക്ക് പ്രതീക്ഷിച്ച സ്നേഹമൊന്നും കൊടുക്കരുത്, സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തണം എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിക്കാതെ ആ കുട്ടി ആഗ്രഹിച്ച രീതിയിൽ ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവന്ന് ഈ കുട്ടി അവസാനം ഈ കുട്ടീനായിട്ടുള്ള പ്രണയം, ഉമ്മാൻ്റെ രോഗം, ഉമ്മനും അനിയനും ഞാൻ നോക്കേണ്ടി വരുമോ എന്നുള്ള അവരെനിക്ക് ബാധ്യത ആവുമോ എന്നുള്ള പേടി, അവസാനം ഈ ഫർസാൻ എനിക്ക് ജീവിതത്തിൽ ഒരു ബാധ്യത ആവുമോ എന്നുള്ള, ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂലേ, അല്ലെങ്കിൽ അവളെയും ഞാൻ സംരക്ഷിക്കേണ്ടി വരുമോ, ഈ കടത്തിന് പുറമെ ഇതൊക്കെ എനിക്ക് ബാധ്യത ആവൂലേ എന്നുള്ള പേടിയിൽ നിന്നോ നിരാശയിൽ നിന്നൊക്കെ ആയിരിക്കും ഈ കൊലപാതകം ഉണ്ടായിട്ടിരിക്കുക. അല്ലാതെ സ്നേഹം കൊണ്ട് ആരെങ്കിലും കൊല്ലോ, സ്നേഹം കൊണ്ട് ഉമ്മാനെ കൊല്ലോ, സ്നേഹം കൊണ്ട് അനിയനെ കൊല്ലോ, കാമുകിനെ പലപ്പോഴും പലരും കൊന്നിട്ടുണ്ട് പൊസസീവ്നെസ് കൂടിയിട്ട്. ഞാനില്ലെങ്കിൽ ഇവള് വേണ്ട, അവള് മറ്റാരും കൂടെ ജീവിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് കാമുകിമാരൊക്കെ കൊന്നിട്ടുണ്ട്. ഉമ്മനെയും അനിയനൊക്കെ സ്നേഹം കൊണ്ട് കൊല്ലുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ മനസ്സിലാക്കണത് ഇവനൊരു ഉത്തരവാദിത്വമില്ല, ഇവൻ അധ്വാനിക്കാൻ അറിയില്ല, വരുമാനം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല, ഈ കടങ്ങളൊക്കെ വാങ്ങിയത് തലക്ക് മീതെ കടായി, കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടി. ആ സമയത്ത് ഇവരൊക്കെ കാരണമാണല്ലോ ഇതൊക്കെ എനിക്ക് ഉണ്ടായതെന്നുള്ള ആ ഒരു നിരാശയെന്നോ ദേഷ്യത്തെന്നോ വന്ന ഒരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മക്കളെ വളർത്തുന്ന സമയത്ത് വീഡിയോ കുറച്ച് ലെങ്തായിപ്പോയി എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. ഓരോ പ്രവാസി ഭാര്യയും തനിക്ക് കിട്ടുന്ന ഓരോ തുട്ടും അവിടെ ഒഴിക്കുന്ന അധ്വാനത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, വേദനകളുടെ, നിരാശയുടെ, സങ്കടത്തിൻ്റെ, സ്വപ്നങ്ങളുടെ ഒക്കെ ആകത്തുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോടുള്ളതിനേക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി ഉമ്മയേക്കാളേറെ ഈ കുടുംബത്തിൻ്റെ തണലായി നിൽക്കുന്നത് ഉപ്പയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് നമ്മളെ സംസാരത്തിലും നമ്മളെ ഭക്ഷണം കഴിക്കുന്നിടത്തായാലും നമ്മൾ സംസാരിക്കുന്നിടത്തായാലും ഒക്കെ ഉപ്പൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് മക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കണം മക്കളെ വളർത്തേണ്ടത്. നമ്മളെക്കാളേറെ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും സ്നേഹവും നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങൾ ഉപ്പാൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാരണം അവരെ കൂടെ ഉപ്പല്ല, ഉപ്പൻ്റെ സ്നേഹം എന്താണെന്ന് അവരറിയുന്നില്ല. നമ്മളെ വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരാണ് അവർ ഉപ്പാനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ നന്മകളെക്കുറിച്ച്, നല്ലതിനെക്കുറിച്ച്, ഉപ്പാൻ്റെ അധ്വാനത്തെക്കുറിച്ച്, ഉപ്പൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച്, ഉപ്പൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അലക്കുന്നതിൻ്റെയും ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും നമ്മളവരെ പ്രസവിച്ചതിൻ്റെയും അവരെ വളർത്തിയതിൻ്റെയും അവരെ ഒക്കെ തേറ്റിയതിൻ്റെയും കഷ്ടപ്പാട് പറയുന്നതിനപ്പുറം ഇതിനൊക്കെ നമുക്ക് തണലായി കൂടെ നിന്ന് ഈ മക്കൾ ജനിക്കുന്നത് മുതൽ നമ്മളെ വയറ്റിലുണ്ടാവുന്ന സമയം മുതൽ ആ കുഞ്ഞ് പുറത്തെത്തുന്ന ഈ നിമിഷം വരെ അവരെ വളർത്താൻ നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മളെ ഹസ്ബൻഡിനെ എപ്പോഴും ഒരു പടി മുന്നിലാക്കി അവരാണ് നമ്മളെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകണം. അപ്പം നമ്മളെ കുട്ടികൾക്കും അവരോടൊരു ഉത്തരവാദിത്വ സ്നേഹം ഉണ്ടാവും. നാളെ പിറ്റേന്ന് പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലവർ അണയണ സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ കഷ്ടപ്പാടാണ് എൻ്റെ ജീവിതം എന്നുള്ളൊരു തോന്നൽ അവരെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉമ്മമാരെന്നത് നമ്മളെ കടമയാണത്.
അത് നമ്മൾ മറക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ വിലപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.